എങ്ങനെയാണ് കുക്കറിൽ അടിപൊളിയായിട്ടൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ കുക്കർ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക് ഇതൊക്കെ ചതച്ചിട്ടത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ സ്മെല്ല്, ആ പച്ച സ്മെല്ല് മാറുന്നവരെ വഴറ്റുക. എന്നിട്ട് 2 ഉള്ളി കൂടി, വലിയ ഉള്ളി കൂടി അതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പിടുക. അതും നല്ലോണം വഴറ്റുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 3-4 ചെറിയ ഉള്ളി കൂടി അതിൽ ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം 2 മിനിറ്റ് നല്ലോണം വഴറ്റിയെടുക്കുക. നന്നായി ഇളക്കി, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല എന്നിവ വഴറ്റുക. അതും നന്നായി വഴറ്റണം. ചെറു തീയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്മെല്ല്, ഒരു പച്ച കുത്തുന്ന സ്മെല്ലുണ്ടാവില്ലേ, അതുകൊണ്ട് നന്നായി വഴറ്റിയ ശേഷം അതിൽ തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി, അത് നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് തക്കാളി എടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. കൂടുതലാണെങ്കിൽ നിങ്ങൾ 2 തക്കാളിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, നല്ല ചൂടുവെള്ളം, ഈ തക്കാളി വഴറ്റിയതിന് ശേഷം നല്ല ചൂടുവെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. നിങ്ങൾ വിസിലിടാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി ഒന്ന് തെളിഞ്ഞ് കാണുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ചിക്കൻ പീസ് അതിലിട്ട് കൊടുക്കുക. ഈ ചിക്കൻ പീസും ഒരു കുറച്ച് നേരം ഒന്ന് നല്ലോണം ഒന്ന് ചിക്കൻ അതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ പീസ് നന്നായി വഴറ്റിയതിന് ശേഷം മിക്സ് ചെയ്ത ഈ ചിക്കനിലേക്ക് 1 കപ്പ് വെള്ളം, അതും നല്ല തിളക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം. നന്നായി ഒഴിക്കുക. എന്നുവെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ. അത് കൂടിപ്പോയാൽ ടേസ്റ്റ് മാറും. നല്ലോണം അഴുകി അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് വെന്ത് പോകും. അത് വേണ്ട, ഒറ്റൊരു വിസിലടിച്ചിട്ട് അത് വിസിലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അത് പിന്നെ വെള്ളം വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നല്ലോണം കുറുക്കിയെടുത്താലാണ് അതിൻ്റെ ഭയങ്കരമായ ടേസ്റ്റ് കിട്ടുക. കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഞങ്ങൾ ഒഴിച്ച് നോക്കും, നല്ല ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും കൂടി ഒരു ജസ്റ്റ് അങ്ങനെ ഒരുപാട് നേരം പിരിഞ്ഞു പോകുന്ന വിധത്തിലാക്കാൻ പാടില്ല. കുറച്ച് നേരം. പിന്നീട് അതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുക. അതിൽ പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, കുറച്ച് വെളിച്ചെണ്ണ ഇത് കൂടി ഒന്ന് ആഡ് ചെയ്തേക്കുക. അതിൻ്റെ മേലേക്ക് ഗാർണിഷ് ചെയ്ത പോലെ അങ്ങ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുകയാണ്, ബാംഗ്ലൂർ ആയതുകൊണ്ട്. അതാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ടത് എന്താണ് ഈ സാധനം എന്ന് വിചാരിച്ചിട്ട്. ഇത് വെളിച്ചെണ്ണയാണ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.